കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ വിവാഹവും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും നമുക്ക് ഇപ്പോൾ ഒരു വലിയ വാർത്തയായി കഴിഞ്ഞിരിക്കുന്നു. ഈ പെൺകുട്ടിയെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. പെൺകുട്ടിയെ വിവാഹം കഴിച്ച ഫർമാനും മുങ്ങിയിരിക്കുകയാണ്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്ത ഫർമാനെതിരെ പോക്സോ കേസ് ചാർജ് ചെയ്ത മധ്യപ്രദേശ് പോലീസ് ഇപ്പോൾ കേരളത്തിലെത്തിയിട്ടുണ്ട്. അവർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അരിച്ചു പറക്കുന്നുണ്ടെങ്കിലും ഈ ദമ്പതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തി ആയിട്ടില്ല, 16 വയസ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് ഏറ്റവും ഒടുവിൽ രേഖകൾ സഹിതം തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാലാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നതും. എന്തായാലും ഈ ഫർമാനും ഈ കുംഭമേള വൈറൽ താരമായ ഈ പെൺകുട്ടിയും കേരളത്തിൽ എവിടെയോ ഉണ്ട് എന്ന് വ്യക്തമാണ്. കേരളത്തിന് പുറത്തേക്ക് അവർ പോയിട്ടില്ല എന്നാണ് മധ്യപ്രദേശ് പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. മധ്യപ്രദേശ് പോലീസ് നൽകുന്ന സൂചനയനുസരിച്ച് ഇവരുടെ മൊബൈൽ ടവർ ഏറ്റവും ഒടുവിൽ ലൊക്കേറ്റ് ചെയ്തത്, അതായത് ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നത് തൃക്കാക്കര, ബിനാനിപുരം എന്നീ പ്രദേശങ്ങളിൽ വച്ചാണ്. ഇത് കൊച്ചിയിലാണ്. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ തമ്പടിച്ചാണ് ഇവർ അന്വേഷണം നടത്തുന്നതും. എന്നാൽ കേരള പോലീസ് വേണ്ട വിധത്തിൽ ഇവരോട് സഹകരിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇനി സ്വാഭാവികമായിട്ടും ഇതിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയെങ്കിൽ സ്ഥിതി കൂടുതൽ സങ്കീർണമാകും. 22-ാം തീയതി കേരള DGP ഡൽഹിയിൽ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ മുന്നിൽ ഹാജരായി വിശദീകരണം സമർപ്പിക്കേണ്ട സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ്. ഈ ഫർമാൻ ഈ പെൺകുട്ടിയെയും കൊണ്ട് കേരളത്തിൽ വന്നത് മഹാരാഷ്ട്രയിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആൾക്കാർ സഹായിച്ചിട്ടാണ് എന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. ഇവിടെ എത്തിയ ഇവരെ വരവേൽക്കാനും ഇവർക്ക് തണലൊരുക്കാനും ഇവിടത്തെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളും പ്രവർത്തകരും ഉണ്ടായിരുന്നു. അവർ വഴിയാണ് ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ MP കൂടിയായ ഡബിളെ റഹീമിനെ കാണുന്നതും പരിചയപ്പെടുന്നതും. റഹീമാണ് ഇവരെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ്റെയും ഒക്കെ അനുഗ്രഹാശിസ്സുകളോടുകൂടി വിവാഹം ചെയ്യാൻ കളമൊരുക്കിയത്. അത് വിഴിഞ്ഞത്തിനടുത്ത് പൂവാർ എന്ന സ്ഥലത്തെ നൈനാർ ക്ഷേത്രത്തിൽ പാർട്ടി നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ നേതാക്കൾ ഭരണസമിതിയിൽ തുടരുന്ന ആ നൈനാർ ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം നടത്തിയത്. ഒരു ഹിന്ദു പെൺകുട്ടിയെ, അതും ഒരു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വനവാസി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ എങ്ങനെ ഒരു മുസ്ലിം യുവാവ് ഹിന്ദു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിക്കും? ഏത് ആക്ട് അനുസരിച്ചാണ് ഈ വിവാഹം? ഇതിൻ്റെ നിയമസാധുത എന്താണ് എന്നൊന്നും ചോദിക്കരുത്. കാരണം ഈ വിവാഹം നടത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ്. ശ്രദ്ധിച്ചു കേൾക്കണം, കമ്മ്യൂണലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മുസ്ലിം അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ചെയ്തികൾ സുപ്രീം കോടതിക്ക് പോലും ചോദ്യം ചെയ്യാൻ അധികാരമില്ല. ഇവിടെ ഈ റഹീമിൻ്റെയും ശിവൻകുട്ടിയുടെയും അതുപോലെ തന്നെ ഗോവിന്ദൻ മാഷിൻ്റെയും ഒക്കെ മുഖ്യ കാർമ്മികത്വത്തിൽ വിവാഹം നടക്കുകയും ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് ചിത്രങ്ങളെടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അന്ന് ഇവർ ഹാജരാക്കിയത്, വിവാഹത്തിന് വേണ്ടി ഹാജരാക്കിയ രേഖകൾ വ്യാജമായിരുന്നു എന്ന് ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുതിയ ഒരു നമ്പരുമായിട്ട് ഇവർ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ കുട്ടിയുടെ സഹോദരൻ്റെ അനിയൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പോൾ ഇവർക്ക് സഹോദരൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ആ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കുമ്പോൾ ഈ കുട്ടിക്ക് പ്രായപൂർത്തിയായി എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും മധ്യപ്രദേശ് പോലീസിന് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം അനുസരിക്കാതിരിക്കാൻ കഴിയില്ല. ഇനി അടുത്ത പടി ഇത് മധ്യപ്രദേശ് ഹൈക്കോടതിയിലേക്ക് പോവുകയും അവിടെ നിന്നും കൂടുതൽ കർശനമായ നിർദ്ദേശങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ തീർച്ചയായിട്ടും കേരള പോലീസ് കൂടുതൽ പുലിവാല് പിടിക്കും. കേരള പോലീസ് മാത്രമല്ല, ഒരു പക്ഷേ ഡബിളെ റഹീമും ശിവൻകുട്ടിയും അതുപോലെ തന്നെ ഗോവിന്ദൻ മാഷും ഒക്കെ കേസിൽ പ്രതി ചേർക്കപ്പെടും. കേസ് പോക്സോ ആക്ട് അനുസരിച്ചായതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം നേടാൻ കഴിയില്ല എന്ന് വ്യക്തമാണ്. ഈ നേതാക്കൾ
വാസ്തവത്തിൽ ഈ കേരളത്തിൻ്റെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ആ മതേതരത്വം ലോകത്തിന് മുന്നിൽ വരച്ചു കാണിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ പെൺകുട്ടിയുടെ കൈവശമിരിക്കുന്ന രേഖകൾ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് പരിശോധിക്കാൻ മെനക്കെട്ടില്ല. വളരെ ആവേശത്തോടുകൂടി ആക്രാന്തത്തോടുകൂടി ഇതാ ഞങ്ങൾ റിയൽ കേരള സ്റ്റോറി ഇതാണ് ഞങ്ങൾ നടപ്പാക്കുന്നു. അതായത് പ്രണയിക്കുന്ന കമിതാക്കളെ ഒരുമിപ്പിക്കാൻ കേരളത്തിൽ മാത്രമേ ഇന്ന് ഇന്ത്യയിൽ അവസരമുള്ളൂ, മറ്റൊരു സ്ഥലത്തും ഇത് നടക്കില്ല. അവിടെയെല്ലാം സംഘപരിവാറിൻ്റെ തേർവാഴ്ചയാണ്, അവിടെയെല്ലാം ഹിന്ദു ഫാസിസ്റ്റുകളുടെ അക്രമം അരങ്ങേറുകയാണ്. അവിടങ്ങളിലൊന്നും ഇത്തരത്തിലൊരു മിശ്ര വിവാഹം നടക്കാൻ അവർ അനുവദിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് അത്തരം നരേറ്റീവുകൾ സൃഷ്ടിച്ചുകൊണ്ട് കഥ മെനയാനായിരുന്നു കഥ മെനയുകയായിരുന്നു ഇവർ. എന്നാൽ ആ തിരക്കഥ മുഴുവനും പാളിപ്പോയി. വളരെ കൃത്യമായി ഈ പെൺകുട്ടി ജനിച്ച ഹോസ്പിറ്റലിൽ, അതായത് ഈ പെൺകുട്ടിയുടെ അമ്മ പൂർണ്ണ ഗർഭിണിയായി അഡ്മിറ്റായി ഓപ്പറേഷന് വിധേയമായിട്ടാണ്, സിസേറിയനിലൂടെയാണ് ഈ പെൺകുട്ടിയെ പുറത്തെടുക്കുന്നത്. അങ്ങനെ ജനിച്ച ആ നവജാത ശിശുവിൻ്റെ തൂക്കം പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്ര വ്യക്തമായി ഇത്ര കൃത്യമായി തെളിവുകൾ ലഭിച്ചിട്ടും ഇപ്പോഴും ഇവിടുത്തെ CPIM-ൻ്റെ നേതാക്കൾ പാടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടിക്ക് പ്രായപൂർത്തിയായി എന്നാണ്. ഈ പ്രായപൂർത്തിയായെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കുട്ടി മുങ്ങിയത്? ഈ കുട്ടിയും അതിനെ വിവാഹം കഴിച്ചു എന്ന് പറയുന്ന ഭർത്താവ് ഫർമാനും എന്തിനാണ് ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് ഒളിച്ചോടിയത്? അവർ ഈ പറഞ്ഞതുപോലെ കേരള ഹൈക്കോടതിയെ സമീപിക്കാൻ ആരാണ് അവരെ സഹായിച്ചത്? കേരള ഹൈക്കോടതിക്ക് ഇക്കാര്യത്തിൽ ഇടപെടാനാകുമോ? ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കേരള ഹൈക്കോടതി നൽകിയിരിക്കുന്ന ഉത്തരവ് അതിന് നിയമസാധുതയുണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടേണ്ടതുണ്ട്. കാരണം ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ നിർദ്ദേശം അതൊരു ജുഡീഷ്യൽ അധികാരമുള്ള ഒരു സ്ഥാപനമാണ്. തീർച്ചയായിട്ടും അവരുടെ ഇടപെടൽ നമുക്ക് നിഷേധിക്കാൻ കഴിയുന്നതല്ല. ഇനി ഇത് ഒരു പക്ഷേ സുപ്രീം കോടതിയിലേക്കോ മറ്റോ ഈ കേസ് പോയാൽ വലിയ സങ്കീർണമാകും. ഇപ്പോൾ തന്നെ നാണം കെട്ടിരിക്കുന്ന കേരളത്തിൻ്റെ ആ അന്തസ്സ് അത് കൂടുതൽ ഇടിഞ്ഞു പോകും എന്ന് വ്യക്തമാണ്. അതായത് ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കുടപിടിക്കുന്ന, തണലേകുന്ന, അതിന് എല്ലാ പിന്തുണയും നൽകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് ദയവായി സുപ്രീം കോടതിയെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കരുത്. ഈ പെൺകുട്ടിയെയും അവളെ വിവാഹം ചെയ്ത ഫർമാനെയും എത്രയും വേഗം നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കുകയാണ് വേണ്ടത്. നിയമപരമായി കാര്യങ്ങൾ പരിശോധിച്ച് ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തി ആയതാണെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് പോകാൻ നമ്മുടെ നാട്ടിലെ നിയമം അനുവദിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? എന്തുകൊണ്ട് ഈ പെൺകുട്ടിയെയും അതിൻ്റെ ഭർത്താവ് ഫർമാനെയും നിയമത്തിന് മുന്നിൽ എത്തിക്കുന്നില്ല? ഇപ്പോൾ ഉയരുന്ന ചോദ്യം അതാണ്. മറ്റൊരു വലിയ ആരോപണം ഈ പെൺകുട്ടിയുടെ അമ്മയും അച്ഛനും ഒക്കെ ഉന്നയിക്കുന്നത്, മധ്യപ്രദേശ് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്, കേരളത്തിലെ ഈ ഇടതുപക്ഷ മുന്നണി, ഇടത് സർക്കാർ, പ്രത്യേകിച്ചും CPIM ഇവരെ ഒളിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ സഹായമില്ലാതെ, കേരളത്തിലെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും സഹായമില്ലാതെ ഇവർക്ക് ഒളിവിൽ കഴിയാൻ കഴിയില്ല, ഇവർക്ക് ഒളിച്ച് താമസിക്കാൻ കഴിയില്ല. ഇത് വളരെ വ്യക്തമായിട്ട് ഇവർ ആരോപിക്കുന്നു. സത്യത്തിൽ ഇത് വലിയ നാണക്കേടാണ് കേരളത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി എന്ന് അതിൻ്റെ അച്ഛനമ്മമാർ അവകാശപ്പെടുമ്പോൾ അവർ പറയുന്നതിനേക്കാൾ, ആ അച്ഛനും അമ്മയും പറയുന്നതിനേക്കാളും വലിയ സത്യം വേറെയില്ല. ആ അച്ഛൻ്റെയും അമ്മയുടെയും വാക്കുകൾക്ക് വില കൊടുക്കാതെ ഇത്തരത്തിലൊരു വാസ്തവത്തിൽ ഇതൊരു തെറ്റായ, വളരെ നീചമായ ഒരു പ്രവൃത്തിയാണ്. കാരണം പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടി അവളുടെ അമ്മയുടെയും അച്ഛൻ്റെയും അനുവാദമില്ലാതെ ഈ സംഘടിത ശക്തിയുടെ, അതായത് ഭരണത്തിൻ്റെ ഒക്കെ തണലിൽ അതിൻ്റെ കല്യാണം നടത്തുക, എന്നിട്ട് അതിന് വിവാഹം നടത്തിയതായിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ആ സർട്ടിഫിക്കറ്റ് ഇന്ത്യയിലെ ഒരു കോടതിയിലും അത് നിലനിൽക്കില്ല. ഈ പറയുന്നത് പോലെ വനവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കുക. ഈ മുസ്ലിം ചെറുപ്പക്കാരൻ വന്ന് വീഡിയോയിൽ പറയുകയാണ് ഞാൻ ഹിന്ദുമത വിശ്വാസിയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് അംഗീകരിക്കാൻ കഴിയും? അതിന് എന്ത് നിയമസാധുതയാണ് ഉള്ളത്?
എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഈ രണ്ടുപേരും കേരളത്തിൽ തന്നെ ഉണ്ട്. അവരെ ഒളിപ്പിച്ചിരിക്കുന്നത് CPIM-ഉം PFIയും ചേർന്നാണ് എന്നുള്ളത് വ്യക്തമാണ്. അത് നമ്മൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. PFIയുടെ രാഷ്ട്രീയ മുഖമായ SDPIയുടെ പിന്തുണ ഇടതുപക്ഷ മുന്നണിക്കായിരുന്നു, CPIM-നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നിരോധിക്കപ്പെട്ട ഈ ഭീകര പ്രവർത്തകരുമായിട്ട്, ഭീകര സംഘടനയിലെ അംഗങ്ങളുമായിട്ട് CPM എങ്ങനെയാണ് കൈകോർക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ഒരു പാവപ്പെട്ട അച്ഛൻ്റെയും അമ്മയുടെയും ദീനരോധനത്തിന് ഈ നാട്ടിൽ വിലയില്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഈ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ ചതിച്ചും വഞ്ചിച്ചും വശീകരിച്ചും അതിൻ്റെ ജീവിതം നശിപ്പിക്കുന്ന ചില ആൾക്കാർക്ക് കൂട്ടുനിൽക്കുകയാണ് കേരളത്തിലെ ഈ പാർട്ടിയും ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ പോലീസും എന്ന് പറയേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.